ഇപ്പോൾ നോക്കിയാൽ പോലും ലോകത്ത് എവിടെയെങ്കിലും ഒരാൾ ഒരു വന്യമൃഗത്തെ കണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, വാവ്, ഇതിനെ ഒന്ന് പെറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. മാനുകൾ, കുറുക്കന്മാർ, സിംഹങ്ങൾ, ഇതൊക്കെ വന്യമൃഗങ്ങളാണെന്നും അവയെ തൊടാൻ പാടില്ലെന്നും എല്ലായിടത്തും മുന്നറിയിപ്പുകളുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നാം ദിവസേന കേൾക്കാറുമുണ്ട്. എന്നിട്ടും എന്തിനാണ് നമ്മൾ മനുഷ്യർക്ക് ഈ മൃഗങ്ങളെ ഒന്ന് തൊടാനും കടിൽ ചെയ്യാനും ഇത്രയധികം ആഗ്രഹം? അപകടമാണെന്നറിഞ്ഞിട്ടും നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഈയൊരു വലിയ ആകർഷണത്തിന് പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രപരമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. നമ്മുടെ പൂർവികർ ലക്ഷക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിച്ചത്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കോ നഗരങ്ങൾക്കോ മുൻപ് പ്രകൃതി മാത്രമായിരുന്നു മനുഷ്യന്റെ ലോകം. അക്കാലത്ത് സർവൈവൽ എന്ന് പറയുന്നത് ചുറ്റുമുള്ള മാറ്റങ്ങളെ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതിനെ ആശ്രയിച്ചായിരുന്നു. ഒരു പക്ഷിയുടെ ശബ്ദം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ കാൽപ്പാടുകൾ കാണുമ്പോഴോ പെട്ടെന്ന് പ്രതികരിക്കുന്നത് നമ്മുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ്. കാരണം അന്ന് മൃഗങ്ങളെ നിരീക്ഷിക്കുന്നത് ഒന്നുകിൽ ആഹാരം കണ്ടെത്താനോ അല്ലെങ്കിൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ അനിവാര്യമായിരുന്നു. സത്യം പറഞ്ഞാൽ ജീവനുള്ളവയെ തിരിച്ചറിയുക എന്നത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു പ്രധാന കഴിവാണ്. അതുകൊണ്ടുതന്നെ ജീവനില്ലാത്ത ഒബ്ജക്ട്സിൽ പോലും നമ്മൾ പലപ്പോഴും ജീവൻ ആരോപിക്കാറുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ കമ്പ്യൂട്ടർ പണിമുടക്കുമ്പോൾ നമ്മൾ അതിനോട് ദേഷ്യപ്പെടുന്നതും അതിന് മനഃപൂർവ്വം കേടുവന്നതാണെന്ന് കരുതുന്നതും ഇതിന്റെ ഭാഗമാണ്. പ്രശസ്ത ബയോളജിസ്റ്റ് ഇഒ വിൽസൺ ഇതിനെ ബയോഫീലിയ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നു. ഈ സിദ്ധാന്തമനുസരിച്ച് പ്രകൃതിയിൽ രൂപപ്പെട്ട നമ്മുടെ മനസ്സ് ലിവിംഗ് തിങ്സുമായി എപ്പോഴും ഒരു അദൃശ്യമായ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നഗരവൽക്കരണവും ആധുനിക ജീവിതശൈലിയും നമ്മളെ പ്രകൃതിയിൽ നിന്ന് അകറ്റിയെങ്കിലും നമ്മുടെ ജീനുകളിലുള്ള ആ പഴയ താൽപര്യം മാറിയിട്ടില്ല. നമ്മൾ വീടുകളിൽ ചെടികൾ വളർത്തുന്നതും ചെറിയ രീതിയിൽ ഒരു അക്വേറിയം വയ്ക്കുന്നതും റോഡരികിൽ കാണുന്ന തെരുവുനായ്ക്കളെ താലോലിക്കുന്നതുമെല്ലാം ഈ ഒരു ബന്ധം നിലനിർത്താനുള്ള മനസ്സിന്റെ ശ്രമങ്ങളാണ്. പക്ഷേ എല്ലാ മൃഗങ്ങളെയും നമ്മൾ ഒരേപോലെയാണോ കാണുന്നത്? സിംഹത്തോടും പൂച്ചക്കുട്ടിയോടും നമുക്ക് ഒരേ വികാരമാണോ തോന്നുന്നത്? അല്ല, ഇവിടെയാണ് യഥാർത്ഥ വഴിത്തിരിവ്. ഇവിടെയാണ് ബേബി സ്കീമ എന്നു പറയുന്ന ആ ഒരു കാൺസെപ്റ്റ് വരുന്നത്. ഓസ്ട്രിയൻ സയന്റിസ്റ്റായ കോൺറാഡ് ലോറൻസ് കണ്ടെത്തിയ ഒരു പ്രതിഭാസമാണിത്. വലിയ കണ്ണുകൾ, ഉരുണ്ട മുഖം, കുഞ്ഞുമൂക്ക്, ചെറിയ കൈകാലുകൾ എന്നിവ കാണുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പെട്ടെന്ന് തന്നെ ഒരു ക്യൂട്ട് ഫീൽ ഉണ്ടാകും. മനുഷ്യക്കുട്ടികളുടെ ഈ രൂപസാദൃശ്യം തന്നെയാണ് മറ്റു മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളിലും നമ്മൾ കാണുന്നത്. അതോടെ നമ്മളിൽ അവയെ സംരക്ഷിക്കാനും പരിപാലിക്കാനുമുള്ള ഒരു കെയറിംഗ് ആറ്റിറ്റ്യൂഡ് ഉണരും. പൂച്ചക്കുട്ടികളെയും നായ്ക്കുട്ടികളെയും ഒക്കെ കാണുമ്പോൾ നമ്മൾ അലിഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ ഈ ക്യൂട്ട്നെസ് പരിധി വിടുമ്പോൾ നമുക്കതിനെ ചെറുതായൊന്ന് ഞെരുക്കാനും കടിക്കാനും തോന്നാറുണ്ട്. ഇതിനെയാണ് ക്യൂട്ട് അഗ്രഷൻ എന്ന് വിളിക്കുന്നത്. സ്നേഹക്കൂടുതൽ കാരണം തലച്ചോറിലുണ്ടാകുന്ന അമിതമായ വികാരങ്ങളെ നിയന്ത്രിക്കാൻ മനസ്സ് തന്നെ കണ്ടെത്തുന്ന ഒരു പ്രതിരോധ മാർഗമാണിത്. അതായത് സ്നേഹം കൂടിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശക്തമായ വികാരം. മനുഷ്യർ ഒരു സോഷ്യൽ സ്പീഷീസാണ്. പരസ്പരം സഹകരിച്ചും ആശയവിനിമയം നടത്തിയും മാത്രമാണ് മനുഷ്യർ ഇന്നുവരെ അതിജീവിച്ചത്. മറ്റുള്ളവരെ കെട്ടിപ്പിടിക്കുന്നതും ഹാൻഡ്ഷേക്ക് ചെയ്യുന്നതുമൊക്കെ നമ്മൾ തമ്മിലുള്ള ബോണ്ടിംഗ് ശക്തമാക്കുന്നു. ഈയൊരു സാമൂഹിക ബിഹേവിയർ നമ്മൾ പലപ്പോഴും മൃഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാറുണ്ട്. നമ്മൾ വളർത്തുമൃഗങ്ങളോട് സ്വന്തം സുഹൃത്തുക്കളോടെന്ന പോലെ സംസാരിക്കുകയും അവയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയുമൊക്കെ ചെയ്യും. ഒരു മൃഗം ഇന്റലിജന്റ് ആണെന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനെ ഒരു വെറും മൃഗമായിട്ടല്ല, ഒരു ഇൻഡിവിജ്വലിനെപ്പോലെയാണ് കാണുന്നത്. അവയ്ക്ക് സ്വന്തമായി ചിന്തകളും വികാരങ്ങളും ഉണ്ടെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അവിടെ ടച്ച് എന്നത് വാക്കുകൾക്കപ്പുറം ഒരു ആഴത്തിലുള്ള കണക്ഷൻ സ്ഥാപിക്കാനുള്ള മികച്ച വഴിയായി മാറുന്നു. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ സിംഹം, കരടി, ചീറ്റ തുടങ്ങിയ ഡേഞ്ചറസ് ആനിമൽസിനെ പോലും തൊടാൻ ആഗ്രഹിക്കുന്നത്? ഇതിനു കാരണം സെൻസേഷൻ സീക്കിംഗ് എന്ന് പറയുന്ന മറ്റൊരു സ്വഭാവ സവിശേഷതയാണ്. ഭയവും എക്സൈറ്റ്മെന്റും തമ്മിൽ തലച്ചോറിനെ സംബന്ധിച്ച് വലിയ വ്യത്യാസമില്ല. അപകടങ്ങളെ നേരിടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ, അഡ്രീനാലിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മനുഷ്യന് ഒരു പ്രത്യേകതരം സുഖം നൽകുന്നുണ്ട്. വന്യമൃഗങ്ങളെ സൂവിൽ വെച്ചോ അല്ലെങ്കിൽ കൂട്ടിലടച്ച നിലയിലോ കാണുമ്പോൾ ആ ഡേഞ്ചർ ഒരു പരിധിവരെ പൂർണ്ണമായും നിയന്ത്രണത്തിലാണ്. നമുക്കവിടെ ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. അതുകൊണ്ടുതന്നെ ആ അപകടത്തിന്റെ ഒരു ത്രിൽ മാത്രം നമ്മൾ പൂർണ്ണമായി ആസ്വദിക്കുന്നു. എന്നാൽ ഇവിടെയാണ് നമുക്കൊരു വലിയ തെറ്റുപറ്റുന്നത്. നമ്മൾ മൃഗങ്ങളിൽ മനുഷ്യസഹജമായ ഗുണങ്ങൾ ആരോപിക്കാറുണ്ട്. അതിനെയാണ് ആന്ത്രോപോമോർഫിസം എന്ന് പറയുന്നത്. ഒരു സിംഹം അല്ലെങ്കിൽ ഒരു പുലി ശാന്തമായി കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ അത് ഫ്രണ്ട്ലി ആയതുകൊണ്ടാണെന്ന് നമ്മൾ തെറ്റായി വിചാരിക്കും. ഡിസ്നി സിനിമകളിലും മറ്റും മൃഗങ്ങളെ മനുഷ്യരെപ്പോലെ സംസാരിക്കുന്നവരായി കാണിക്കുന്നത് ഈ ചിന്താഗതി വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ഒരു വന്യമൃഗം അതിന്റെ സ്വാഭാവികമായ വന്യത ഒരിക്കലും കൈവിടില്ല എന്ന യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. എങ്കിലും വന്യമൃഗങ്ങളെപ്പോലും സ്നേഹിക്കാനും അവയോട് ആത്മബന്ധം സ്ഥാപിക്കാനുമുള്ള നമ്മുടെ ഈയൊരു ക്വാളിറ്റി നമ്മളെ മറ്റെല്ലാ ജീവികളിൽ നിന്നും വേറിട്ടു നിർത്തുന്നു. പ്രകൃതിയോടുള്ള ഈ അടങ്ങാത്ത പ്രണയം കൊണ്ടായിരിക്കാം ഇന്നും ലോകത്തിന്റെ എവിടെയെങ്കിലും ഒരാൾ ഒരു വലിയ സിംഹത്തെ നോക്കി മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇവനെ ഒന്ന് പെറ്റ് ചെയ്യാൻ സമ്മതിക്കുമോ ആവോ എന്ന്. നിങ്ങൾക്കിതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.